ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. 2026 നോയമ്പ് കാലത്തേക്കുള്ള 11ാമത് ധ്യാനം. ഈ പങ്ക്തിയിൽ താല്പര്യത്തോടെ ശ്രദ്ധാപൂർവം പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടുള്ള വലിയ നന്ദിയും വാത്സല്യവും ഈ സമയത്ത് ഞാൻ വെളിപ്പെടുത്തട്ടെ. ഈ പരമ്പരയുടെ പൊതുവായ ലക്ഷ്യം തന്നെ നോമ്പ് എന്ന് പറയുന്ന ആത്മീയ അച്ചടക്കം ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ മാത്രം അവകാശമോ ആവശ്യമോ അല്ല. അത് മനുഷ്യൻ്റെ സാർവലൗകികമായ അവസ്ഥയോടുള്ള ദൈവികമായ പ്രതികരണത്തിൽ നിന്നുളവായ ഒരച്ചടക്കമാണ് എന്ന ആശയം വെളിപ്പെടുത്തുക എന്നതാണ്. അത് ഈ പങ്ക്തി നിങ്ങൾ ശ്രദ്ധയോടെ പരിഗണിക്കുമെങ്കിൽ അപ്രകാരം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് ആത്മീയത സാർവലൗകികമാണ്. എന്നാൽ മതം വർഗീയതയിലേക്ക് തന്നെ മാറ്റി സ്ഥാപിക്കുന്നത് കൊണ്ട് അത് പ്രാദേശികവും പരിമിതവുമാണ്. ദൈവികമായ ആശയങ്ങളെ പരിമിതപ്പെടുത്തുന്നത് ദൈവത്തോട് കാണിക്കുന്ന മറുതലിപ്പാണ്. അത് ദൈവത്തെ തിരസ്കരിക്കുന്നതിന് സമാനമാണ് എന്നതാണ് എൻ്റെ വളരെ വളരെ ആഴമേറിയ വിശ്വാസം. അത് അനേകം ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നതിൽ സന്തോഷിക്കും. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും മനുഷ്യൻ്റെ സാർവലൗകികമായ ഒരവസ്ഥ, അതിന് ഈ നോമ്പ് കാലത്ത് നാം എപ്രകാരം മനസ്സിലാക്കണം, ആ അവസ്ഥയെ അതിജീവിക്കുവാൻ നാം എന്തിനു വേണ്ടി കൂട്ടാക്കണം, അതെപ്രകാരമായിരിക്കണം എന്ന പ്രാവർത്തിക പ്രാധാന്യമുള്ള ചിന്തകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി പർവ്വതപ്രസംഗം, അതായത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 എന്നുള്ള വാക്യങ്ങൾ, പർവ്വതപ്രസംഗം ഉപസംഹരിക്കുമ്പോൾ യേശു പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്നത് ഒക്കെ കേൾക്കുന്നവൻ മാത്രമല്ല കേട്ട് അത് അനുസരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയങ്ങളെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവൻ, അവനാണ് പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശൻ. അല്ലാത്തവൻ മണലിന്മേൽ വീട് പണിത ഭോഷനോട് സമമാണ് എന്ന് യേശു പറയും. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വലിയ വൈകല്യം, അത് നിഷ്ക്രിയമായിരിക്കാൻ താല്പര്യപ്പെടും. എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ കഴിയുമെങ്കിൽ ഒന്നും ചെയ്യാതെ കഴിഞ്ഞുകൂടുക, അതാണ് നല്ലത്. നിഷ്ക്രിയത, നിസ്സംഗത, അതിൽ കൂടെ ഉടലെടുക്കുന്ന കഴിവുകേട് അല്ലെങ്കിൽ പക്ഷവാദം, പാരാലിസിസ്, ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി നാം അധപ്പതിച്ചു പോവുകയാണ്. എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടി എന്ന നിലയിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുകയും ഒന്നിനും കൊള്ളാത്തവരായി നാം അധപ്പതിച്ച് അവസാനിക്കുകയും ചെയ്യുന്ന ഈ ഒരു ദുരന്തം, അത് നാം ഒരു പക്ഷേ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിൽ വ്യാപകമാണ് എന്ന് മനസ്സിലാക്കുകയും ആ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഓരോ വ്യക്തികളും ശ്രമിക്കുകയും ചെയ്യണം എന്നതായിരിക്കട്ടെ ഈ നോമ്പ് കാലത്തെ നമ്മെ നയിക്കുന്ന ചിന്തകളിൽ ഒന്ന്. ഇത് ഒരു മതത്തിൻ്റെയും ഭാഗമല്ല, ഇത് ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള കരുതലിൻ്റെ ഭാഗമാണ്. ആകയാൽ ജാതി മത ലിംഗഭേദമന്യേ ഏവർക്കും സ്വീകാര്യമാകാവുന്ന ആകേണ്ട ആശയമാണിത്. ആത്മീയമായ എല്ലാ ആശയങ്ങളും അങ്ങനെയാണെങ്കിലും മതത്തിൽ വർഗീയത പ്രവർത്തിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും അവരവരുടെ ദൈവങ്ങളെ അള്ളിപ്പിടിക്കുന്നു. അവരുടെ ദൈവങ്ങൾ പറഞ്ഞ കാര്യം മറ്റാർക്കും പ്രയോജനപ്പെടരുത് എന്ന് അവർ നിർബന്ധം പിടിക്കുന്നു. ഇതൊക്കെ മനുഷ്യൻ്റെ ചാബല്യത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ വാക്കുകളെ അല്പം ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് സംബന്ധമായ ചിന്തകൾ എല്ലാവർക്കും തുല്യമായി മനസ്സിലാകുന്ന വിധത്തിലാണ്
ഈ വീഡിയോയുടെ ഉള്ളടക്കം വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ യേശു പറയുന്നത്, ഈ ലോകത്തിൽ എല്ലാവരുടെയും സ്വഭാവം, അതായത് മനുഷ്യൻ്റെ സ്വഭാവം എന്താണ്? കേൾക്കാനൊക്കെ താല്പര്യമാണ്, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ മനസ്സില്ല. അതിൻ്റെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ നിഷ്ക്രിയനായി കഴിഞ്ഞുകൂടുവാൻ താല്പര്യപ്പെടുന്നു. ഉദാഹരണമായിട്ട് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ, നമുക്ക് ശരീരം അല്ലെങ്കിൽ നെയ്യ് അനങ്ങാതെ നമ്മുടെ കാര്യം സാധിക്കേണ്ടതിന് ദൈവത്തിന് എല്ലാ ചുമതലയും എല്ലാ പണിയും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്രമീകരണമാണ് എന്ന് ദയവായി തിരിച്ചറിയുക. നമുക്കൊന്നും ചെയ്യാതെ ദൈവത്തിന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്ത, ദൈവത്തിന് അല്പം പോലും വിശ്രമം കൊടുക്കാതിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ആരാധന. ഈ പ്രാർത്ഥനയെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരുന്ന ഒരു ദൃശ്യമുണ്ട്. അത് ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഞാൻ ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ ദീർഘദൂരം ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് ദീർഘനാളുകൾക്ക് മുൻപ്. അപ്പോൾ ഈ രാത്രിയിൽ, രാത്രി 12 മണിക്കൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സിൽ ഡ്രൈവറുടെ അടുത്ത് അതിൻ്റെ കണ്ടക്ടർ പോയിരിക്കും. എന്നിട്ട് ഈ കണ്ടക്ടർ പിന്നെ ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ 2 മിനിറ്റ് 3 മിനിറ്റ് അല്ല 5 മിനിറ്റ് ഇടയിൽ ഈ ഡ്രൈവറുടെ കാതിൽ നുള്ളിക്കൊണ്ടേയിരിക്കും. നല്ല വേദന വരുത്തവണ്ണം നുള്ളിക്കൊണ്ടിരിക്കും. അത് ഡ്രൈവറോട് പ്രത്യേകിച്ച് വ്യക്തിപരമായ കോപമൊന്നും ഉണ്ടായിട്ടല്ല, ഇയാൾ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് ഞാൻ എപ്പോഴും, ഈ ദൈവമാകുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ നമുക്ക് തട്ടുകേടാണ്. അവിടെ ദൈവത്തെ എപ്പോഴും ഉറങ്ങാതെ കാത്തു സൂക്ഷിക്കുക, ഉണർത്തി തന്നെ നിലനിർത്തുക. അത് ദൈവത്തിൻ്റെ കാതിൽ പിടിച്ച് തിരിക്കുന്ന പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥന. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നിവർത്തിച്ചു തരും. നമ്മുടെ ഭാരമെല്ലാം ദൈവത്തിൻ്റെ മേലിട്ട് കൊടുക്കും. അവനത് ചുമക്കാൻ ബാധ്യസ്ഥനാണ്. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഇത് പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയുടെ ദുരുപയോഗമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പേക്കോലമാണ് എന്ന് തിരിച്ചറിയേണ്ട നാൾ വൈകിയിരിക്കുന്നു. ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുന്നവൻ മാത്രമല്ല, കേൾക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കുന്നു, നന്ദി, പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവനത്രേ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യനെ പോലെ ആയിത്തീരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 25-ാം വാക്യം മുതൽ ഒരു ന്യായശാസ്ത്രി, വളരെയധികം അറിവുള്ളവനാണല്ലോ ന്യായശാസ്ത്രി, യഹൂദന്മാരുടെ ഇടയിലും നമ്മുടെ ഇടയിലും ലോകത്തിലെല്ലായിടത്തും അറിവുള്ളവർ അധ്വാനിക്കരുത്, ശരീരം കൊണ്ടൊന്നും ചെയ്യരുത് എന്നൊരു ധാരണയുണ്ട്. ഞാൻ കോളന്റ് പ്രിൻസിപ്പലായിരുന്ന സമയത്ത് ഈ തോട്ടത്തിൽ, അവിടുത്തെ ഗാർഡനിൽ പോയി ജോലി ചെയ്യും. മാലി, അതായത് തോട്ടത്തിൽ ജോലി എന്നാൽ അത് കാണുമ്പോൾ ആൾക്ക് പ്രയാസമാണ്. ഒരു ബുദ്ധിജീവിയായിരിക്കേണ്ട മനുഷ്യൻ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നല്ലോ. അത് ഞാനിവിടെ കേരളത്തിൽ വന്ന ശേഷം ഞാൻ കൃഷി പണിയിലായിരുന്നു. അപ്പോൾ ആളുകൾക്ക് അതൊരു പ്രയാസമാണ്. ഒരു ചിന്തകനായിരിക്കേണ്ട മനുഷ്യൻ ശരീരം കൊണ്ട് എങ്ങനെയാണ് അധ്വാനിക്കുക? ഇത് നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് പുരോഹിതനും കൂടെ കഴിഞ്ഞ പിന്നെ പറയുകയും വേണ്ട. പുരോഹിതർ ഒരിക്കലും മെയ്യനക്കി ജോലി ചെയ്യരുത്, അവൻ്റെ ശരീരത്തിൽ വിയർപ്പ് പൊട്ടരുത് എന്നതൊരു നിയമമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്രാൻ കൂന്താലി എടുത്ത് കളിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ബോധം കെട്ട് വീഴും. കാരണം ഇതെല്ലാ സമൂഹത്തിലും എക്കാലത്തും ഇടം പിടിച്ചിരിക്കുന്ന ഒരു വലിയ അന്ധവിശ്വാസമാണ്. ശരീരം കൊണ്ട് അധ്വാനിച്ചാൽ അവൻ്റെ മാന്യത പോകും എന്നുള്ളത്. യേശു പറയുന്നത്, നിങ്ങൾ അറിയുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി അതിനോടുള്ള കൂറിൽ വിധേയത്വത്തിൽ അധ്വാനിക്കുന്നില്ല എങ്കിൽ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അറിയുന്നതും അറിയാതിരിക്കുന്നതും തുല്യമാണ്. ഇത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. കാരണം എന്താണ്? ഞാൻ ഇനിയും നാം മുമ്പ് അവലംബിച്ച ഒരു ഒരു പഠിത്തം സമീപനം, ഒരു പഠിത്തം എന്ന നിലയിലായതുകൊണ്ട് ഞാൻ ഇതിനും നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ നോട്ട്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് യൂണിവേഴ്സൽ കണ്ടീഷൻ, ലോകത്തിലെല്ലായിടത്തും മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? ഇനർഷ്യ, അതായത് ഒന്നും പ്രവർത്തിക്കാതെ, ഒന്നും ചെയ്യാതെ മടി പൂണ്ടിരിക്കുക. അതിൻ്റെ പരിണിതഫലം മനുഷ്യൻ പക്ഷവാത രോഗിയായിത്തീരുന്നു എന്നത് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ഒരു പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവത്തിൽ കൂടെ വളരെ മനോഹരമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും
ആ വിധത്തിൽ ആ സംഭവത്തെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത വിശ്വാസികൾ നന്നേ കുറവാണ് എന്ന് ഈ തരുണത്തിൽ സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പൊ അതിൻ്റെ ആത്മീയമായ ചികിത്സ എന്താണ്? ദ സ്പിരിച്വൽ ആൻറ്റിഡോട്ട്: ആക്ട് ഓൺ വാട്ട് യു നോ ആൻഡ് ബിലീവ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ ഒരു വീഡിയോ കണ്ടതിൻ്റെ ഫലമായി ഏറ്റവും മനോഹരമായി ചപ്പാത്തി ഉണ്ടാക്കുന്ന വിധം ഇതാണ് എന്ന് മനസ്സിലായി. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും അടുക്കളയിൽ പോയി പ്രയോഗിച്ച് അത് അനുഭവത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ആ അറിവിൻ്റെ വില എന്താണ്? അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാനുള്ള ഏറ്റവും നല്ല സമീപനം ഇതാണ് എന്നതിനെപ്പറ്റി മനോഹരമായ ഒരു വീഡിയോ കണ്ടു. അതിൻ്റെ തത്വങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നേ ബോധിച്ചു, ഇഷ്ടപ്പെട്ടു. പക്ഷേ അതൊരിക്കലും നിങ്ങൾ പ്രയോഗിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അടുത്തായിട്ട് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മർമ്മം എന്താണ്? ദ കീ പ്രിൻസിപ്പിൾ: പൊട്ടൻഷ്യാലിറ്റീസ് ക്യാൻ ബി ആക്ച്വലൈസ്ഡ് ഓൺലി ബൈ ആക്ടിങ് അക്കോർഡിംഗ് ടു ദം. എന്തുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ തത്വം അത് വളരെ ശ്രദ്ധേയമായ ഒരാശയമാണ്. അതായത് നമ്മുടെ സാധ്യതകൾ അത് യഥാർത്ഥത്തിൽ ഒരു റിയാലിറ്റി ആകണമെങ്കിൽ, അത് ഒരു യാഥാർത്ഥ്യമായി തീരണം, നമ്മുടെ സാധ്യതകൾ യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ അതിനെ പ്രവൃത്തിയിൽ കൂടെ അനുഭവവേദ്യമാക്കണം. എന്നാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ ആയിത്തീരുകയുള്ളൂ. ഇപ്പം ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ വളരെ പ്രസിദ്ധമാണ്, ദി എസ്സേസ് ഓഫ് ഫ്രാൻസിസ് ബേക്കൺ. അതിലൊന്നിൽ അദ്ദേഹം പറയുന്നത്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നാം കൂടെ കൂടെ ഒരു കാര്യം ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ അതിൽ പ്രാവീണ്യം പ്രാപിപ്പാൻ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ നമുക്കിടയായിത്തീരുന്നു. വാസ്തവത്തിൽ നമ്മുടെ ഓരോ ഭവനത്തിലും അങ്ങനെ പൂർണ്ണതയെപ്പറ്റി ഗവേഷണം ചെയ്യുന്ന ഒരു വലിയ ഗവേഷണശാലയുണ്ട്. അതിൻ്റെ പേരാണ് നമ്മുടെ അടുക്കള എന്നുള്ളത്. അവിടെ നമ്മുടെ അമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരും ഒക്കെ അനുദിനം അവർ ഗവേഷണം നടത്തുകയാണ്. അവർക്കത് അങ്ങനെ അറിയാൻ വയ്യെങ്കിലും അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്കറിയാം. പലപ്പോഴൊക്കെ എൻ്റെ ഭാര്യ ഈ തിരുവനന്തപുരം വിട്ട് ഞങ്ങളുടെ മക്കളുടെ ഇളയ മകളുടെ വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ തനിച്ചാകുമ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് പാചകം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും എൻ്റെ ഭാര്യയുടെ പെർഫെക്ഷൻ അത്ര വളരെ വലുതാണ്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പാചകം ചെയ്യുന്നതിൽ എൻ്റെ ഭാര്യയുടെ ചെരുപ്പെടുക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് മനസ്സിലാകും. പക്ഷേ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് പാചകത്തിലുള്ള എൻ്റെ ബിരുദ വളരെയധികം വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട്. അത് അറിയാവുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് സംഭവിച്ച നേട്ടമാണ് എന്ന സമയത്ത് ഞാൻ ഒന്ന് സാക്ഷീകരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അനേക സാധ്യതകളുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് ചെറുപ്പത്തിൽ അല്പമൊക്കെ പാടാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ അത് വികസിപ്പിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കാഞ്ഞത് കൊണ്ട് അത് വിറങ്ങലിച്ച് പോയി, എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാലും നിങ്ങളുടെ സഹിഷ്ണുത മാത്രം നമ്പി ആശ്രയിച്ച് ഞാൻ വല്ലപ്പോഴുമൊക്കെ എൻ്റെ വീഡിയോയുടെ ഭാഗമായി ഞാൻ അറിയാതെ പാടിപ്പോകാറുണ്ട്. നിങ്ങളത് എന്നോട് ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള എൻ്റെ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പക്ഷപാത രോഗി യേശുവിൻ്റെ അടുത്ത് രോഗിയെ കൊണ്ടുവരുമ്പോൾ യേശു അവനോട് പറയുന്നത്, നിന്റെ കിടക്ക എടുത്ത് നടക്ക. അവിടെ 3 പ്രവൃത്തി പദങ്ങളാണ്. ആക്ടിങ് വേർബ്സ് എന്ന് പറയും. വേർബ്, VERB, വേർബ്സ്. കിടക്ക എടുക്കുക, നടക്കുക. എടുക്കുക, നടക്കുക, പിന്നെ വീട്ടിലേക്ക് പോകാം. ടേക്ക് അപ്പ് യുവർ ബെഡ് ആൻഡ് ഗോ ഹോം. അപ്പോൾ അത് മുഴുവനും പ്രവൃത്തിയാണ്. കാരണം അവൻ ഈ അവസ്ഥയിലായി തീർന്നത് അവൻ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ കിടന്ന് വിറങ്ങലിച്ച് പോയവനാണ്. അതിന് എത്ര മരുന്ന് കഴിച്ചാലും, എത്ര സർജറി നടത്തിയാലും, എത്ര ഇഞ്ചക്ഷൻ കൊടുത്താലും, എനിമ കൊടുത്താലും അവനവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. എഴുന്നേക്കണമെങ്കിൽ ഈ മനുഷ്യൻ്റെ സർവലൗകിക ബലഹീനതയായ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായിരിക്കുന്നതാണ് നന്മ എന്ന ഈ ഒരു മൗഢ്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവം നൽകിയ അത്ഭുതകരമായ ശരീരം
അതുകൊണ്ട് വല്ലതൊക്കെ ചെയ്യാനാണ് എന്ന ബോധ്യത്തിൽ വന്ന് അവൻ്റെ കിടക്കയെടുത്ത് നടന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ബലഹീനരായ ആളുകളെ കണ്ടാൽ അവരെ കൂടെ ചുമന്നുകൊണ്ട് അവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഇടത്തിൽ കൊണ്ട് എത്തിക്കുന്ന വിധത്തിൽ അവൻ്റെ വ്യക്തിത്വം വളർന്നാൽ മാത്രമേ അവൻ്റെ പക്ഷപാത രോഗത്തിന് ശമനം വരികയുള്ളൂ എന്ന അതിശ്രദ്ധേയമായ മനോഹരമായ ഒരിക്കലും അപ്രസക്തമാകാൻ സാധ്യമല്ലാത്ത ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഈ സംഭവത്തിൻ്റെ ഹൃദയത്തുടിപ്പ് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ സാർവലൗകികമായ അവസ്ഥ എന്ന് തിരിച്ചറിയുക ആത്മീയതയുടെ ആദ്യ പാഠമാണ്. അതുപോലെ നമുക്ക് അറിയാവുന്ന മറ്റൊരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സൈദ കുളക്കര ഇങ്ങനെ ആളുകൾ രോഗശാന്തിക്ക് വേണ്ടി കാത്തു കിടക്കുമ്പോൾ അവിടെ 38 വർഷം അങ്ങനെ കിടന്ന് നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനെ യേശു കണ്ടെത്തുകയാണ്. അപ്പം അവനോടും യേശു ആദ്യം ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പലർക്കും സൗഖ്യമാകാൻ മനസ്സില്ല. കാരണം എനിക്ക് സൗഖ്യമില്ല എന്നത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയിൽ തന്നെ തുടരുവാൻ സഹായിക്കുന്നതാണ്. സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് വല്ലതൊക്കെ ചെയ്യണം. കുറഞ്ഞ പക്ഷേ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കേണ്ട ഒരു ഗതികേട് വരും. എന്നാൽ അയ്യോ എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറഞ്ഞാൽ കട്ടിലേ കിടന്നാൽ മതി, ആളുകൾ വെള്ളം കൊണ്ടു തരികയോ ചോറ് ഉള്ളിലോട്ട് വയലോട്ടിട്ട് തരികയോ കൊതുകിനെ അടിച്ചു തരികയോ ഒക്കെ ചെയ്യും. അപ്പം പലർക്കും സൗഖ്യമാകാൻ മനസ്സില്ല എങ്കിലും സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി മറ്റെല്ലാവരുടെയും ഓരോ കൂട്ടത്തിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുന്നവരാണ്. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ മറ്റൊരു വശമാണ്, മറ്റൊരു മുഖമാണ് എന്നുകൂടെ അവനോടും യേശു പറയുന്നതാണ്, നീ നിന്റെ കിടക്ക എടുത്ത് നിന്റെ വീട്ടിലോട്ട് പോ, എഴുന്നേറ്റ് നടക്കടാ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും അതേ പ്രശ്നം തന്നെയാണ്. മനുഷ്യർക്ക് നിവൃത്തിയുണ്ടെങ്കിൽ ശരീരമനങ്ങി എന്തെങ്കിലും ചെയ്യുവാൻ താല്പര്യമില്ല. അത് മനുഷ്യൻ്റെ രോഗത്തെ, മനുഷ്യരാശിയുടെ രോഗാതുരിതമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഈ രോഗം പിടിച്ച അവസ്ഥയോടുള്ള, മനുഷ്യരാശിയുടെ രോഗം പിടിച്ച അവസ്ഥയിലേക്കുള്ള ദൈവത്തിൻ്റെ പ്രതികരണത്തിൻ്റെ പേരാണ് ആത്മീയത എന്നുള്ളത്. അതുകൊണ്ട് ആത്മീയതയിൽ മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വശമാകയാൽ, ഒരു ഘടകമാകയാൽ യേശു രോഗശാന്തി ശുശ്രൂഷ ചെയ്തു. പക്ഷെ അത് ഏത് അർത്ഥത്തിൽ ചെയ്തു, എന്നതിനു വേണ്ടി ചെയ്തു എന്നൊന്നും അറിയാതെ പണക്കൊതിയോട് മാത്രം അത്ഭുത രോഗശാന്തി നടത്തി മനുഷ്യരെ പോക്കറ്റടിക്കുന്ന കാട്ടുകള്ളന്മാർ യേശുവിൻ്റെ പേരിൽ ഇപ്പോൾ പൂർവാധികമായി കള്ളക്കമ്പട്ടം നടത്തുന്നുണ്ട് എന്ന് പൊതുജനം ദയവായി തിരിച്ചറിയണമേ എന്നീ സമയത്ത് ഞാൻ ഏവരോടും അപേക്ഷിക്കാം. അതുപോലെ നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരെ പരിശീലിപ്പിച്ചിട്ട് അവരെ ദിശയിലേക്ക് അയക്കുകയാണ്. നിങ്ങൾ പോകുവിൻ. എന്തിനാണ് പോകുന്നത്? പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ പഠിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ വീര്യം എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എന്നാൽ അതിന് വിപരീതമായി ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു ഒരുത്തനെ അവൻ്റെ ശിഷ്യനാകുന്നതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ പോയി എൻ്റെ ചാർച്ചക്കാരോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് വരാം എന്ന് പറയുമ്പോൾ യേശു അവനോട് പറയുന്നൊരു കാര്യമുണ്ട്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. എന്തുകൊണ്ടാണ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നത്? കലപ്പ കൊണ്ട് പണി ചെയ്യാൻ മേലത്തോട്ട് തന്നെയാണ്. പണി ചെയ്യാൻ വയ്യാതെ ചുളിവിന് കാര്യം സാധിക്കാം എന്ന വിധത്തിലാണ് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ദൈവത്തെ കാണുന്നതും കരുതുന്നതും ആരാധിക്കുന്നതും ദൈവത്തോട് സ്നേഹവും ആരാധനയൊക്കെ നടിക്കുന്നത്. അതിവിടെ വേണ്ട, പണി ഇങ്ങോട്ട് ഇറക്കണ്ട എന്നതാണ് യേശു പറയുന്നത്. ഇത് വളരെ വളരെ അർത്ഥവത്തായ ഒരു സംഭവമായി എക്കാലത്തും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം മനുഷ്യത്വത്തിൻ്റെ രഹസ്യം തിരിച്ചറിയുന്നുവെങ്കിൽ മനുഷ്യരെ അധപ്പതിപ്പിക്കുന്ന, അവൻ്റെ മനുഷ്യത്വത്തിന് കളങ്കം ചാർത്തുന്ന, അവൻ്റെ മനുഷ്യ മാഹാത്മ്യത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ നിഷ്ക്രിയത, ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക. എന്നാൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം ആദാമിനോട് പറയുന്നത്, നീ തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടത്തിൽ അധ്വാനിക്കണമെന്നാണ് പറയുന്നത്. കാരണം അധ്വാനിച്ചാൽ നിന്റെ ജീവനെ അതിൻ്റെ ആധികാരികതയിൽ, നിന്റെ ജീവിതത്തെ അതിൻ്റെ ആരോഗ്യത്തിൽ നിലനിർത്താൻ സാധിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് വർക്ക് ക്ലെൻസസ്. നമ്മുടെ ശരീരം നാം ഇന്നും കുളിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ ബാഹ്യഭാഗം
ശുചിയായി കാത്തു സൂക്ഷിപ്പാൻ ഈ കുളി സഹായിക്കുന്നുവെങ്കിൽ ജ്ഞാനസ്നാനം നമ്മുടെ ആന്തരികമായ പരിശുദ്ധിയെ കാത്തു സൂക്ഷിപ്പാൻ സഹായിക്കേണ്ടതാകുന്നു. ആ ആന്തരികമായ സ്നാനത്തിൻ്റെ പ്രാവർത്തികമായ വശമാണ് ഈ അധ്വാനം എന്നുള്ളത്. അപ്പോൾ ദൈവികമായ ജോലി ചെയ്യുക എന്നതായിരിക്കണം ജ്ഞാനസ്നാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആശയമായി നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയുള്ള അറിവുകൾ ക്രിസ്തീയ ഗോളത്തിൽ അല്പം പോലുമില്ല എന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കുഞ്ഞുണ്ടാകുന്നു, 40 ദിവസം കൊണ്ട് അച്ഛൻ്റെ കൊടുക്കുന്നു, അച്ഛന് വെള്ളമൊക്കെ തെളിച്ച് കുഞ്ഞിനെ കരയിപ്പിച്ച് കുഞ്ഞൽപ്പം മൂത്രിച്ച് വീട്ടിൽ വരുന്നു. ഇതിനപ്പുറത്ത് അത് ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ ദൈവികമായി ദൈവഹിതത്തോട് ചേർന്ന് നിന്ന് നന്നെ അധ്വാനിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന വളരെ അർത്ഥഗാംഭീര്യമായ ആത്മീയ അനുഭവമാണ് എന്ന് ആരും തിരിച്ചറിയുന്നില്ല എന്നത് വളരെ സങ്കടത്തിന് കാരണമാണ്. അതുകൊണ്ട് നാം ഇപ്പോൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതെ പിന്നെ കൂടിപ്പോയാൽ എവിടെയെങ്കിലും ഒരു മുറിക്കകത്ത് കയറി ശക്തമായിട്ട് കൈയടിച്ച് ഹല്ലേലൂയ ഗ്ലോറി പറഞ്ഞ് പൊട്ടത്തരമായ ഈ മറുഭാഷയും കുരച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് വിശ്വാസി എന്ന ഈ അപലപനീയമായ തെറ്റിദ്ധാരണ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ദൈവികമായ ഒരു പ്രവൃത്തിക്ക് പോലും ഇടമില്ല. അപ്പൊ നമ്മളെ വാക്കുകൊണ്ട് മാത്രം ശിഷ്യന്മാരാണ്. ഞാനിവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് വാക്ക് ശിഷ്യന്മാർ. ആ അവസ്ഥ വളരെ അർത്ഥശൂന്യമാണ്, അത് ഒളിച്ചോട്ടമാണ്, അത് ദൈവത്തെ കളിയാക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് യേശു പല വിധത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ നാം കൂട്ടാക്കുന്നില്ല. നാം വാക്കുകൊണ്ട് മാത്രം, അധരം കൊണ്ട് മാത്രം, അധര വ്യായാമം കൊണ്ട് മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, പ്രീതിപ്പെടുത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. ദൈവം മണ്ടനാണ് എന്ന ധാരണയിൽ നാം എന്നും ഇരുന്ന് അർമാദിക്കുന്നു എന്നത് ദയവായി തിരിച്ചറിയണമേ. അപ്പം അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ട തിന്നുന്നോ, പാല് കുടിക്കുന്നോ, പോത്തിനെ വീഴുന്നോ, ഇത് മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുടെ ആത്മീയ ദർശനം എന്താണെന്ന് ഓർത്ത് ഞാൻ ഞെട്ടിപ്പോവുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയാം, ഞെട്ടിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ആശയം തന്നെ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളിപ്പോൾ നിഷ്ക്രിയരായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് നിങ്ങൾ അറിയുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. അത് നിങ്ങളുടെ അവസ്ഥയാണ്. ഈ രോഗത്തിന് അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് ശാന്തി വരേണ്ട, നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ അറിയുന്നതും ആചരിക്കുന്നതും ഒരു പൊരുത്തമുണ്ടാകണം. അറിയുന്ന കാര്യത്തെ അനുസരിച്ച് പ്രവൃത്തിബോധത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ആശയ സമ്പത്തും എന്താണ് പറയുന്നത് ജീവിതത്തിൻ്റെ ഊർജവും വീര്യവും തിരിച്ചറിഞ്ഞ് അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ അത്ഭുതവഹമായ രൂപാന്തരം സംഭവിക്കും. നിങ്ങളുടെ ജീവിതം ഫലഭൂഷ്ടമാകും, അത് അനേകർക്ക് അനുഗ്രഹമായി തീരും. ഈ തിരിച്ചറിവാണ് വാസ്തവത്തിൽ ലെൻറ്റിൽ കൂടെ നാം പ്രാപിക്കുകയാണ്. അതിന് പകരം ഒന്നും ചെയ്യാതെ വീണ്ടും ഇരിക്കുക, പിന്നെ ക്രൂശിനെ ധ്യാനിക്കുക എന്നും പറഞ്ഞ് ദിവസം മുഴുവനോട് പോയി ഇരിക്കുക. ക്രൂശ് എന്താണെന്നോ, ധ്യാനം എന്താണെന്നോ, ആത്മീയത എന്താണെന്നോ, യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്നോ ഇതൊന്നും മനസ്സിലാക്കാതെ ചില ശബ്ദങ്ങളിൽ മാത്രം യേശുവിനെ ഒതുക്കുന്ന ഈ അപലപനീയമായ സമീപനത്തിന് എന്നറുതി വരും ദൈവമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ അവസ്ഥ, ഞാൻ മറ്റുള്ളവരെ പറ്റി പറയുന്നത് ക്രിസ്ത്യാനിയുടെ അവസ്ഥ യേശു യെരൂശലേമിൽ കണ്ട ആ അത്തിവൃക്ഷം പോലെയാണ്. ദൂരെ നോക്കിയപ്പോൾ അത് നിറയെ ഫലമാണെന്ന് തോന്നി വളരെ പ്രതീക്ഷയോടെ വിശന്ന മനുഷ്യപുത്രൻ ഈ അത്തി മരത്തെ സമീപിച്ചപ്പോൾ അതിൽ ഒരു കായ് പോലും ഇല്ല എന്ന് കണ്ട് അവിടെ നിരാശപ്പെട്ട് അതിനെ ശപിച്ചു എന്നും അത് കരിഞ്ഞുപോയി എന്നും വേദപുസ്തകത്തിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്: വിശ്വാസി യാതൊരു ഫലവും പുറപ്പെടുവിക്കാതെ ഇങ്ങനെ ദൈവത്തെ അധരത്തിൽ, വായിൽ മാത്രം ഒതുക്കുന്ന ഈ അധര ശിഷ്യത്വത്തിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഈ ബലഹീന ദുർബല അവസ്ഥ, ഈ പക്ഷപാത രോഗിയുടെ അവസ്ഥയിൽ കഴിയുന്നത് നന്നല്ല എന്ന് തിരിച്ചറിയുന്നൊരവസ്ഥയായി 2026 നോമ്പ് കാലം നമുക്ക് നന്മ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും യേശു നമുക്കറിയാം തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് അവൻ മരുഭൂമിയിലേക്ക് പോയി. ജീസസ് വെന്റ് ടു ദ വിൽഡർനെസ്. എന്തിനാണ് യേശു അവിടെ പോയത്?
അത് വളരെ കൃത്യമായി നമുക്കറിയാൻ സാധിക്കും. യേശുവിൻ്റെ പിൽക്കാലത്തെ പ്രവൃത്തിയെ നാം കണക്കിലെടുത്ത് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, യേശു മരുഭൂമിയിൽ ധ്യാനത്തിനായി പോയത് താൻ അറിയുന്നതും താൻ ഇനി നിർവഹിക്കാൻ പോകുന്നത് തമ്മിലുള്ള പൊരുത്തം എന്താണ്, ആ പൊരുത്തം നിലനിർത്തുന്നതിന് വേണ്ടി താൻ ആചരിക്കേണ്ട അച്ചടക്കം എന്താണ്, ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി വ്യക്തമായ ഒരു അറിവ് പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു മരുഭൂമിയിൽ പോയതും 40 പകലും 40 രാവും ഉപവസിച്ച് പ്രാർത്ഥിച്ചതുമെന്ന് നമുക്ക് ഈ സുവിശേഷങ്ങളുടെ തുകയോടുള്ള ബന്ധത്തിൽ ഈ മണലാരണ്യ അനുഭവത്തെപ്പറ്റി നാം ധ്യാനിച്ചാൽ വെളിപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് യേശു തൻ്റെ സ്നാനത്തിന് വേണ്ടി യോർദാനിൽ സ്നാപകയോഹന്നാൻ്റെ സമീപത്ത് എത്തുന്നതും അതിനാൽ സ്നാനം ഏൽക്കുന്നതും. അപ്പോൾ ഈ സ്നാനത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അതിൽ ആ മണലാരണ്യ അനുഭവത്തിൽ യേശു ആയിരുന്നപ്പോൾ അവനിൽ സംഭവിച്ച വലിയ രൂപാന്തരവും, അതിനുശേഷം ഈ ജ്ഞാനസ്നാനത്തിൽ കൂടെ അവൻ്റെ ഉള്ളിൽ സംഭവിച്ച അല്ലെങ്കിൽ ഉളവായ വ്യക്തതയും, എല്ലാറ്റിനും ഉപരിയായ വ്യക്തതയിൽ കൂടെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ യേശു നിർവഹിച്ച ഈ അതിമനോഹരമായ ചരിത്ര പ്രധാനമായ അർത്ഥഗാംഭീര്യമുള്ള ദൗത്യത്തിൻ്റെ പൂർത്തീകരണം, ഇതെല്ലാം കൂടെ ചേർത്താൽ മാത്രമേ സ്നാനം എന്നാൽ എന്താണ് എന്നതിൻ്റെ ആത്മീയമായ വശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സ്നാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അറിവിനെ ദൈവത്തോടുള്ള അനുസരണത്തിൽ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതിൽ കൂടെ നാം മുഖാന്തരം മറ്റുള്ളവരും അനുഭവിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങളുടെ സൂചനയാണ്, അതിൻ്റെ ആരംഭം കുറിക്കുന്ന, അതിൻ്റെ ഇനോഗ്രേഷനാണ് ഈ ബാപ്റ്റിസം. അല്ല ചുമ്മാ 2 തുള്ളി വെള്ളം വീണത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 100 cc വെള്ളം ഒരു കുഞ്ഞിൻ്റെ തലയിൽ വീണത് കൊണ്ട് എന്തെങ്കിലും ആയിത്തീരുമെന്ന് പറയണമെങ്കിൽ നാം അത്രമാത്രം മണ്ണകളായിരിക്കണം. അത്രയും മണ്ണത്തിലും നമുക്ക് ആവശ്യമില്ല എന്ന് എവരുടെയും കാല് പിടിച്ച് ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് യേശു തൻ്റെ പഠിപ്പീരുകളിൽ ആദ്യം മുതൽ അവസാനം വരെ നാം നല്ല ഫലം കായ്ക്കുന്നവരായി തീരണം. നല്ല ഫലം യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ, ഒരു ഗോതമ്പ് മണി തനിയെ ഇരുന്നാൽ അത് നശിച്ചു പോകും, എന്നാൽ അത് വീണ് പൊട്ടിമുളച്ച് വളർന്നാൽ അത് ഒരു വലിയ കൊയ്ത്തിന് വഴിയൊരുക്കും. അപ്പോൾ 2 സാധ്യതകൾ നമുക്കുണ്ട്. ഗോതമ്പ് മണി തനിയായിരിക്കുന്നത് പോലെ ഒന്നും ചെയ്യാതെ നമുക്ക് നിഷ്ക്രിയരായി നമ്മുടെ മുറിയിലോ നമുക്ക് സൗകര്യമുള്ളതോ ഇരിക്കാം. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വിതയ്ക്കപ്പെട്ട ഗോതമ്പ് മണി പോലെ വളർന്ന് അത് പ്രവൃത്തിയിൽ കൂടെയും അധ്വാനത്തിൽ കൂടെയും ക്ലേശം സഹിക്കുന്നതിൽ കൂടെയും നമുക്ക് അപരിചിതമായ അവസ്ഥയോടുള്ള പൊരുത്തപ്പെടുന്നതിൽ കൂടെയും എല്ലാറ്റിനും ഉപരിയായ സർവത്തെയും അടക്കി ഭരിക്കുന്ന ദൈവഹിതത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തിൽ കൂടെയും മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതാവഹമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നതാണ് ആ മനോഹരമായ ഉപമയിൽ കൂടി യേശു വെളിപ്പെടുത്തുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസം വേണം. അന്ധവിശ്വാസം അതിന് ഘടകവിരുദ്ധമാണ്. നമ്മുടെ കയ്യിൽ വിശ്വാസത്തിന് പകരം അന്ധവിശ്വാസം മാത്രമാണ്. ഈ അന്ധവിശ്വാസത്തെയാണ് സഭകൾ പരത്തുന്നത്. കാരണം വരുമാനം ഉണ്ടാകണമെങ്കിൽ വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അന്ധവിശ്വാസത്തിൽ കൂടെ മാത്രമേ എക്കാലത്തും സഭ വലിയ സമ്പത്ത് ആർജിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എവിടെയെങ്കിലും സമ്പത്തുള്ള സഭയുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായി മനസ്സിലാക്കേണ്ടത് അവിടെ അടക്കി ഭരിക്കുന്നത് വിശ്വാസമല്ല, അന്ധവിശ്വാസമാണ്, സൂപ്പർസ്റ്റിഷനാണ്. അതുകൊണ്ടാണ് യേശു പുരോഹിത വർഗത്തോട് വളരെ നിശിതമായി പ്രതികരിച്ചത്. അവർ അന്ധവിശ്വാസത്തിൻ്റെ കച്ചവടക്കാരാണ്, അതുകൊണ്ടാണ് അവരെ വെള്ളതേച്ച് ശവക്കല്ലറകൾ എന്ന് യേശു വിളിക്കാൻ ഇടയായത് എന്ന് ദയവായി മനസ്സിലാക്കണമെന്ന് എവരോടും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. അതുകൊണ്ട് നാം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയൊന്ന് പരിഗണിക്കുമ്പോൾ ആത്മീയതയുടെ ബലം എന്താണെന്നോ വീര്യം എന്താണെന്നോ സാധ്യതകൾ എന്താണെന്നോ ഒന്നും അറിയാതെ വളരെ ബലം ക്ഷയിച്ചവരായി നാം ചത്തോ അതോ ഇപ്പോഴും ജീവനുണ്ടോ എന്ന് പോലും ആർക്കും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ സർദീസിലെ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ പറയുന്നല്ലോ, നീ ജീവിച്ചിരിക്കുന്നവരുടെ പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മരിച്ചവനാണ്. യു ഹാവ് എ നെയിം ഓഫ് ബീയിങ് എലൈവ് ബട്ട് യു ആർ ഡെഡ്. ആ അവസ്ഥയിലാണ് വിശ്വാസികൾ അപ്രകാരമാണ്. ആ വേദനാജനകമായ നിരാശാജനകമായ അവസ്ഥയിൽ മനുഷ്യനായിത്തീരുന്ന മർമ്മത്തെയാണ് ഈ ധ്യാനത്തിൽ കൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് മനുഷ്യ സ്വഭാവത്തിൽ സാർവലൗകികമായി
ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നിഷ്ക്രിയത്വം. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. നാം ഒന്നും ചെയ്യാതെ സന്തോഷമായിട്ട് സുഖം മാത്രം അറിഞ്ഞ് ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ ദാനം, അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന ആത്മഹത്യാസമമായ തെറ്റിദ്ധാരണയിലാണ് ലോകത്തെമ്പാടും പ്രത്യേകിച്ച് വിശ്വാസികൾ കഴിഞ്ഞുകൂടുന്നത് എന്ന് മനസ്സിലാകുക. അപ്പോൾ മാത്രവുമല്ല, എല്ലാ മതത്തിലുമുള്ളൊരു പ്രശ്നം ഈ വിശ്വാസ പ്രമാണങ്ങളും പ്രവൃത്തി പദ്ധതിയും തമ്മിലുള്ള പൊരുത്തക്കേട്. ഉദാഹരണമായിട്ട് ഹിന്ദുമതത്തിൽ നോക്കുമ്പോൾ എത്രയോ ആത്മീയമായ വെളിച്ചം നിറഞ്ഞ ഒരു ദർശനമാണ് അദ്വൈത ഫിലോസഫിയിലുള്ളത്. എല്ലാം ഒന്നാണ്, രണ്ടായിട്ടൊന്നുമില്ല. തത്വമസി, അത് ഞാനാണ്, ദാറ്റ് ദൗ ആർട്ട്, എല്ലാം ഒന്നാണ്, യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ആത്മീയമായി വില പോകുന്നതല്ല, അതൊക്കെ മായയാണ് എന്ന് പഠിപ്പിക്കുകയും അതേസമയം തന്നെ ഉച്ചനീചത്വങ്ങളുടെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തു. ഇതെല്ലാ മതത്തിലും ഇത് തന്നെയാണ്. വേദപുസ്തകത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ലോകത്തെയും അണ്ടഘടകത്തെയും മുഴുവൻ ദൈവം സൃഷ്ടിച്ചു, എല്ലാറ്റിനെയും തുല്യമായ ദൈവം സ്നേഹിക്കുന്നു എങ്കിലും യഹൂദൻ പറഞ്ഞ ദൈവം എൻ്റേതാണ്, അപ്പോൾ ക്രിസ്ത്യാനി പറയുന്ന ദൈവം എൻ്റേതാണ്, ക്രിസ്ത്യാനികളുടെ ഓരോ സഭ പറയുന്നു ക്രിസ്തു ഞങ്ങളുടെ മാത്രം സ്വകാര്യ സ്വത്താണ്. ഇങ്ങനെയുള്ള കോമാളിത്തരത്തിലാണ് മനുഷ്യൻ അവൻ്റെ പ്രത്യാശ അർപ്പിക്കുന്നത് എന്നത് നമ്മെ ഒരേ സമയത്ത് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ദുരവസ്ഥയാണ്. അപ്പൊ ഇത് ഒന്ന് തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിവിൻ്റെ നോമ്പ് ഈ 2026 നമുക്കുണ്ടാകട്ടെ എന്ന വലിയ താല്പര്യത്തിലാണ് ഈ പരമ്പര ആകമാനം, ഈ 40 ദിവസം നീണ്ടു നിൽക്കുന്ന പരമ്പര ആകമാനമായി ഞാൻ വിഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരാശിയുടെ സാർവലൗകികമായ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ വ്യക്തികളുടെയും യഥാർത്ഥത്തിലുള്ള സാധ്യത അത് ഒരിക്കലും യാഥാർത്ഥ്യമായി തീരാതെ തങ്ങളുടെ യഥാർത്ഥ സാധ്യതകൾ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരിക്കൽ പോലും ഇടയാകാതെ മനുഷ്യർ പെട്ടുപോവുകയാണ്. അപ്പം എല്ലാവരും മരിക്കുന്നതിൽ യാതൊരു എന്താ പറയുന്നത് അൺനാച്ചുറൽ ഒന്നുമില്ല. മരിക്കണം എന്നുള്ള നിയമമാണ്. പക്ഷേ മരണത്തിൻ്റെ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണു തുറക്കുന്നതിന് മുമ്പേ ചത്തുപോകുന്നു എന്നതാണ് മനുഷ്യൻ്റെ ദുരന്തം. മരണം അതിൽ തന്നെ ഒരു വിടുതലാണ് എങ്കിലും കണ്ണു തുറക്കുന്നതിന് മുമ്പേ ചത്തുപോകുന്നത് ഒരു ദുരന്തം തന്നെയാണ്. എന്താണ് കണ്ണു തുറക്കാത്തതെന്ന് ചോദിച്ചാൽ, നാം ഒരിക്കലും അറിയുന്ന കാര്യങ്ങൾ പ്രവൃത്തിഫലത്തിൽ കൊണ്ടുവരുവാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ നല്ല കണ്ണുകളുണ്ടെങ്കിലും അന്ധരാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, ഞാൻ കുരുടന്മാരുടെ കണ്ണു തുറക്കാൻ വന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18-ാം വാക്യം. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ദുരന്തം ഇത് തന്നെയാണ്. എത്രയോ വലിയ 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 സാധ്യതകളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ സാധ്യതകളുടെ ഒരു 5% പോലും പ്രയോജനത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാതെ, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്ന കേരളം അതിൻ്റെ സാധ്യതയുടെ ഒരു ശതമാനം പോലും അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നതിൻ്റെ മർമ്മം കൂടെയാണ് നാം ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതാണ് യേശു പറഞ്ഞ സ്വർഗരാജ്യം ഒരു കടുക് പണിയോട് സദൃശം. അത് ഏറ്റവും ചെറുതാണെന്ന് തോന്നിയാലും അത് വീണ് പൊട്ടിമുളച്ച് വളർന്ന് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അതുവരെയും പോകും. അത് അല്പം അതിശോക്തിയുണ്ട് എങ്കിലും അതൊരു സാർവലൗകികമായ മർമ്മത്തെ സൂചിപ്പിക്കുന്നു. വളർച്ചയിൽ കൂടെ നാം ഇന്ന് നമുക്കായി കൽപ്പിച്ചിരിക്കുന്ന അതിർത്തികളെ അതിജീവിച്ച് അത്ഭുതാവഹമായ സാധ്യതകളുടെ ഉടമയെത്തിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആകാശത്തിലെ പറവുകൾ എന്താണ് പറയുന്നത്, കടുകിൻ്റെ വൃക്ഷത്തിൽ വന്ന് കൂടുവെക്കും എന്ന് പറയുമ്പോൾ അപ്രകാരമുള്ള വളർച്ച മനുഷ്യന് സാധ്യമാണ്, മറ്റൊരു മൃഗത്തിനോ പക്ഷിക്കോ സാധ്യമല്ല. ആ സാധ്യതകൾ സ്വായത്തമാക്കാൻ അവനെ സഹായിക്കുന്ന ദർശനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും പേരാണ് ആത്മീയത. അപ്രകാരമുള്ള ആത്മീയതയിലേക്ക് പ്രവേശിക്കുവാൻ, മനുഷ്യൻ്റെ പരിമിതികളെ വക്രീകരിച്ച് അതിനെ ഇല്ലാതാക്കി അവനെ കറവ പശു പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത നിറഞ്ഞ മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അവൻ്റെ സാധ്യതകളോട് നീതി പാലിക്കാൻ അവനെ സഹായിക്കുകയും നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ക്രിയാത്മകമായ ആത്മീയതയിലേക്ക് മനുഷ്യനെ നടത്തിക്കൊണ്ടുവരിക, പുനഃസ്ഥാപിക്കുക എന്നതാണ് ആത്മീയതയുടെ ലക്ഷ്യം. അതിൻ്റെ പേരാണ് വിടുതൽ എന്നുള്ളത്. യേശു പറഞ്ഞു, ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നു. ഈ അടിമകൾ എന്ന വാക്കുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണോ അവരുടെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണമായി
യാഥാർത്ഥ്യമാക്കുവാൻ, അനുഭവവേദ്യമാക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ പലവിധമായ സങ്കല്പങ്ങളുടെയും മറ്റുള്ളവരിൽ നിന്ന് പ്രാപിച്ച അർത്ഥശൂന്യമായ ധാരണകളുടെയും അടിമകളായി കഴിയുന്നത് കൊണ്ട് നിഷ്ക്രിയരായിരുന്ന് ഉണങ്ങി വരണ്ട് നശിച്ചു പോകുന്നത് സമർത്ഥമായ ജീവൻ എന്ന ആത്മീയ ലക്ഷ്യത്തിന് താഴെയായി ഉണങ്ങി വരേണ്ട എല്ല് കഷ്ണങ്ങളെ പോലെ ഇങ്ങനെ കഴിഞ്ഞുകൂടും. അവരെല്ലാം അടിമകളാണ്. ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് അവർക്ക് ജീവനുണ്ടാകുവാനും സമർത്ഥമായ ജീവനുണ്ടാകാനും അത്ര ജന്മം വന്നത് എന്ന് യേശു പറയുമ്പോൾ അപ്രകാരമുള്ളൊരു വിടുതലിൻ്റെ അനുഭവമായി 2026 നോമ്പുകാല ചിന്തകൾ, അനുഭവങ്ങൾ നമുക്ക് അർത്ഥവത്തായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടെ ഏവരെയും എൻ്റെ നന്ദിയും സന്തോഷവും വാത്സല്യവും അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം.